വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിംഗ് പോളിസീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രൈസിംഗ് എന്നുള്ളത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി അതിന് ഉപയോഗിക്കുന്ന പ്രൈസിംഗ് പോളിസീസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താ എന്നുള്ളത് നോക്കണം. അതിനു മുന്നേ പ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്താണ് പ്രൈസ് പോളിസി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റിംഗ് പ്രൈസ് ഈസ് എ കോംപ്ലെക്സ് പ്രോബ്ലം. If the price set is too high, a seller may be thrown out the market. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് പ്രൈസ് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അത് വളരെ അല്ലെങ്കിൽ ടു ഹൈയും ആയിരിക്കരുത്, അതുപോലെ തന്നെ ലോവും ആയിരിക്കരുത് എന്നാണ് പറഞ്ഞത് അല്ലേ. രണ്ടായാലും അത് മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചതായിരുന്നു. ഓരോ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞതാണ്. ഈസ് ടു ലോ ഹിസ് ഇൻകം മേ നോട്ട് കവർ കോസ്റ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ആയിരിക്കുമ്പോൾ അത് എന്തായിരിക്കാം, ആ സെല്ലർ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു സെയിം പ്രൊഡക്റ്റ് ആ പ്രൈസിൽ ഹൈ പ്രൈസിൽ നിന്ന് കുറവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഹൈ പ്രൈസ് ചാർജ് ചെയ്ത ആ ഒരു കമ്പനി അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ടു ലോ ആണെങ്കിൽ അല്ലെ, കുറവാണ് എങ്കിൽ അത് നമ്മളുടെ ഒരു ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. സോ ദ പ്രൈസിംഗ് ഡിസിഷൻ ഈസ് ക്രിട്ടിക്കൽ നോട്ട് ഓൺലി ഇൻ ദ ബിഗിനിങ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി റിവ്യൂഡ് ആൻഡ് റീഫോർമുലേറ്റഡ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ പ്രൈസിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആണ്. ബിഗിനിങ്ങിൽ മാത്രമല്ല അതിൻ്റെ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ റിവ്യൂ ചെയ്യണം, അതുപോലെ തന്നെ റീഫോർമുലേറ്റ് ചെയ്തിരിക്കണം ഒരു ടൈം ടു ടൈമിൽ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിന് പ്രൈസ് ബിഗിനിങ്ങിൽ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ റിവ്യൂ ചെയ്യുകയും നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പഠിച്ചതാണല്ലേ, ഒരു സ്റ്റേജിലെത്തുമ്പോൾ അത് റിവ്യൂ ചെയ്യുകയും അതിൽ നിന്ന് എന്ത് ചെയ്യുക, ടൈം ടു ടൈം അത് റീഫോർമുലേറ്റ് ചെയ്യുകയും വേണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് കുറച്ച് മുന്നത്തെ വീഡിയോയിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രാറ്റജീസ്. ഓരോ സ്റ്റേജിലും പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഓരോ സ്റ്റേജിലും എടുക്കുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസ് പഠിച്ചതായിരുന്നു അല്ലെ. അപ്പൊ അത് ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് റീഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദെർഫോർ എ സൗണ്ട് പ്രൈസിംഗ് പോളിസി മസ്റ്റ് ബി അഡോപ്റ്റഡ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്. അതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് പ്രൈസിംഗ് പോളിസി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതാണ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കൻഡിഫ് ആൻഡ് സ്റ്റിൽ പറയുന്നത് പ്രൈസ് പോളിസീസ് പ്രൊവൈഡ് ദ ഗൈഡ് ലൈൻസ് വിത്തിൻ വിച്ച് പ്രൈസിംഗ് സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ആൻഡ് ഇംപ്ലിമെന്റഡ്. അതായത് ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നത് പ്രൈസ് പോളിസി എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗൈഡ് ലൈൻസ് ആണ്. പ്രൈസിംഗ് സ്ട്രാറ്റജി എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. അതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് പ്രൈസിംഗ് പോളിസീസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഏതൊക്കെ മെത്തേഡ്സ്, ഈ ഒരു പ്രൈസിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് 3 മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി, അതായത് ഇത് ബേസ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും, കോസ്റ്റിനെ ആയിരിക്കും. രണ്ടാമത് പറയുന്നത് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി, അത് മെയിൻ ആയിട്ട് ബേസ് ചെയ്യുന്നത് എന്തിനായിരിക്കും, ഡിമാൻഡിനെ ആയിരിക്കും. 3 കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി, അത് കോമ്പറ്റീഷനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ബേസ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ നോക്കാം. എന്താണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്നുള്ളത് നോക്കാം. അപ്പോൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത് ദ പോളിസി ഓഫ് സെറ്റിംഗ് പ്രൈസ് എസെൻഷ്യലി ഓൺ ദ ബേസിസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഓറിയന്റഡ് പ്രൈസിംഗ് പോളിസി. അതായത് ഈ പോളിസി പ്രകാരം പ്രൈസ് സെറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിന് അല്ലെ. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിന് അനുസരിച്ചിട്ടാണ് പ്രൈസ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ്, ആ ഒരു പോളിസീസിനെയാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് ഓറിയന്റഡ് പ്രൈസിംഗ് പോളിസി. So the following are the 4 methods of pricing which fall under the cost oriented pricing policy. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ഓറിയന്റഡ് പ്രൈസിംഗ് പോളിസിയുമായി ബന്ധപ്പെട്ട് 4 മെയിൻ മെത്തേഡുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ആണ്.
സോ ഇതെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ആ പേര് പറയുന്ന പോലെ തന്നെ കോസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യാണ്, പ്ലസ് ചെയ്യുക അല്ലെ, പ്ലസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് പ്രകാരം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ സർവ്വസാധാരണമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു തരം എന്താണ് മെത്തേഡ് കൂടെ ആണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. സോ കോസ്റ്റിന്റെ കൂടെ ആഡ്, അതായത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ കൂടെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഈ ഒരു കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരുന്നുണ്ട്, ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അതിന്റെ ഫുൾ കോസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ എടുക്കുന്നത്. ബോത്ത് വാരിയബിൾ ആൻഡ് ഫിക്സഡ്, രണ്ട് രീതിയിലുള്ള കോസ്റ്റ് എടുക്കുന്നുണ്ട്. വാരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സാധനത്തിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്, അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയാണെങ്കിൽ നമ്മൾ അതിന്റെ പ്രൈസ് ഇടുന്നത് ഈ ഒരു മെത്തേഡ് പ്രകാരം ഒരു 2 രൂപ എന്ത് ചെയ്യാണ് അതിന്റെ ഒരു പ്രോഫിറ്റ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ട് 12 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത് അത് വിൽക്കുന്നത്. അതാണ് അതിന്റെ പ്രൈസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് കോസ്റ്റ് ആണ്, കോസ്റ്റ് പ്ലസ് അതിലൊരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു. അതിനെയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പേരെന്ന് പറയുന്നത് മാർജിൻ പ്രൈസിങ്, ഫുൾ കോസ്റ്റ് പ്രൈസിങ് ഓർ മാർക്കപ്പ് പ്രൈസിങ്. 3 രീതിയിലും ചോദിക്കാം. മാർജിൻ പ്രൈസിങ് എന്താണെന്ന് ചോദിച്ചാലും കോസ്റ്റ് പ്ലസ് പ്രൈസിങ് തന്നെയാണ്. അതുപോലെ തന്നെ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു 2 തരത്തിലുള്ള കോസ്റ്റും ഇവിടെ എടുക്കുന്നുണ്ട്. വാരിയബിൾ കോസ്റ്റ് ആയാലും ഫിക്സഡ് കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എടുക്കുന്നുണ്ട്. ദെൻ മാർക്കപ്പ് പ്രൈസിംഗ് ആണ്. ദെൻ ഈ ഒരു ഈ മെത്തേഡ് ഈസ് വെരി പോപ്പുലർ ഇൻ ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ് അല്ലെ. ഹോൾസെയിൽ ട്രേഡ് അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡിലാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്നുള്ളത്. ഇനി നമുക്കതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആണ്. സോ ദിസ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് അല്ലേ. ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ ഒത്തിരി ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഈ മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ അപ്രോപ്രിയേറ്റ് ആണ്, ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. നമുക്ക് ഫ്യൂച്ചർ ഡിമാൻഡിനെ കുറിച്ചിട്ട് യാതൊരുവിധ ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ദിസ് മെത്തേഡ് ഗ്യാരണ്ടി റിക്കവറി ഓഫ് കോസ്റ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിലൂടെ പറയുന്നത് എന്താണ്, ആ ഒരു കോസ്റ്റിന് നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട് അല്ലെ. അത് ഈ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, കോസ്റ്റ് നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട്. ഹെൻസ് ഈസ് ദ സേഫസ്റ്റ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ ഇതൊരു സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഹിറ്റ് ഹെൽപ്സ് ടു സെറ്റ് ദ പ്രൈസ് ഈസിലി. പ്രൈസ് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് എന്തായിരിക്കും, ഒരു ഫിക്സഡ് പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈസ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബോത്ത് സിംഗിൾ പ്രൊഡക്റ്റ് ആൻഡ് മൾട്ടി പ്രൊഡക്റ്റ് ഫേംസ് ക്യാൻ അപ്ലൈ ദിസ് മെത്തേഡ് ഫോർ പ്രൈസിങ്. ഇപ്പോൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആണെങ്കിലും മൾട്ടി പ്രൊഡക്റ്റ് ഫേംസ് ആണെങ്കിലും ഈ ഒരു മെത്തേഡ് ഓഫ് പ്രൈസിംഗ് ആണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇറ്റ് എൻഷുർ സ്റ്റെബിലിറ്റി ഇൻ പ്രൈസിംഗ് അല്ലെ. പ്രൈസിംഗിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഇഫ് ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ബൈ ഓൾ ഫേംസ് വിത്തിൻ ദ ഇൻഡസ്ട്രി ദ പ്രോബ്ലം ഓഫ് പ്രൈസ് വാർ ക്യാൻ ബി അവോയ്ഡഡ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ ഫേമുകളും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേമുകളും എന്ത് ചെയ്യാണ്, ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വാർ അല്ലെ, കോമ്പറ്റീഷന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രൈസ് വാർ നമുക്ക് എന്ത് ചെയ്യാൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗിൽ വരുന്നത്, ദിസ് മെത്തേഡ് ഇഗ്നോർ ദ എഫക്ട് ഓഫ് ഡിമാൻഡ് അല്ലെ. ആ ഡിമാൻഡിന്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെത്തേഡ് ഒഴിവാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Then it does not consider the forces of market and competition. ആ ഒരു മാർക്കറ്റിലെ ഫോഴ്സസ് അല്ലെങ്കിൽ ആ കോമ്പറ്റീഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇത് കൺസിഡർ ചെയ്യുന്നില്ല. Then this method uses average cost, ignoring marginal or incremental cost. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ആവറേജ് കോസ്റ്റ് അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് ഒരു ഇൻക്രിമെന്റൽ കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആവറേജ് കോസ്റ്റ് ആണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മാർജിനൽ കോസ്റ്റും ഇൻക്രിമെന്റൽ കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ ദിസ് മെത്തേഡ് ഗിവ് ടു മച്ച് ഇമ്പോർട്ടൻസ് ഫോർ ദ പ്രിസിഷൻ ഓഫ് ദ അലോക്കേഷൻ ഓഫ് കോസ്റ്റ് അല്ലെ. അലോക്കേഷൻ ഓഫ് കോസ്റ്റിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെത്തേഡ് പ്രകാരം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്തരം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗിൽ വരുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു മെത്തേഡാണ് ടാർഗറ്റ് പ്രൈസിങ്. അപ്പോൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗിൽ രണ്ടാമത്തെ ഒരു ടാർഗറ്റ് പ്രൈസിംഗിൽ പറയുന്നത്
ഇതൊരു ഫുൾ കോസ്റ്റ് പ്രൈസിങ്ങിന്റെ വാരിയന്റും കൂടെയാണ്, അതായത് ഫുൾ കോസ്റ്റ് പ്രൈസിങ് പോലെ തന്നെയാണ്. സോ ദ കോസ്റ്റ് ഈസ് ആഡഡ് വിത്ത് എ പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഈ ഒരു കോസ്റ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് വിത്ത് എ പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടാർഗറ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടാർഗറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ കൂടെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ സെയിൽസ് കോസ്റ്റ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു ഫ്യൂച്ചർ സെയിൽസ് എങ്ങനെ ഉണ്ടായിരിക്കും, കോസ്റ്റ് എത്ര വരും, അതൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അതുപോലെ തന്നെ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ടാർഗറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് കമ്പനി എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ സെയിൽസ്, ഫ്യൂച്ചർ കോസ്റ്റ് ആൻഡ് കാൽക്കുലേറ്റഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആഫ്റ്റർ ടാക്സ് അല്ലേ. അതായത് ഈ ഒരു കേസ് പ്രകാരം എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുകയാണ്, ഫ്യൂച്ചർ സെയിൽസ് എത്രയാണ്, ഫ്യൂച്ചർ കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണെന്നൊക്കെ നോക്കാം. ആണ് ടാർഗറ്റ് പ്രൈസിങ് എന്നും അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് എന്നും പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആഡ് ചെയ്യുക. അതാണ് ടാർഗറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. സോ ദിസ് മെത്തേഡ് ഗ്യാരണ്ടീസ് എ സർട്ടൺ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് നമുക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്, ഒരു സർട്ടൺ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. അത് കിട്ടുമെന്ന് എന്താണ് ഉറപ്പാണ്. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിലുള്ള റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. ദെൻ ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൈസിങ് ന്യൂ പ്രൊഡക്റ്റ്. പുതിയ പ്രൊഡക്ട്സുകൾ അത് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ് ഇൻ ദിസ് മെത്തേഡ്. അല്ലെ, നമുക്കൊരു രോഗം വരുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്താണ്, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, അപ്ലൈഡ് ഇൻ ദിസ് മെത്തേഡ്. സോ അതുകൊണ്ടാണ് നമ്മളൊരു എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ അവിടെ ഫിക്സ് ചെയ്യുന്നതും ഈ ഒരു ടാർഗറ്റ് പ്രൈസിൻ്റെ അല്ലെങ്കിൽ അല്ല കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. ദെൻ ദിസ് ഈസ് എ ലോങ് ടേം പ്രൈസ് പോളിസി. അതുകൊണ്ട് ഈ ഒരു നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റഡ് സെയിൽസ് അതുപോലെ തന്നെ കോസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം പ്രൈസ് പോളിസി കൂടെ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് ഓഫ് ടാർഗറ്റ് ഓർ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടാർഗറ്റ് പ്രൈസിംഗിൽ വരുന്നത് ദിസ് മെത്തേഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ വെൻ ദർ ഈസ് എ ടഫ് കോമ്പറ്റീഷൻ ഇൻ മാർക്കറ്റ്. മാർക്കറ്റിൽ നല്ല ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് ഉള്ളത് എങ്കിൽ നമുക്കിത് പ്രാക്ടിക്കൽ അല്ല അല്ലേ. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചിലപ്പോൾ എന്താണ് ടഫ് കോമ്പറ്റീഷൻ ആയിട്ട് വരുമ്പോൾ, മാർക്കറ്റിൽ ഇങ്ങനെ ടഫ് കോമ്പറ്റീഷൻ ആയിട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവണമെന്നില്ല എന്നുള്ളതാണ്. ദെൻ ദിസ് മെത്തേഡ് ഇഗ്നോർ ദ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ ഒരു മെത്തേഡ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, എന്താ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റിന് നമ്മൾ എന്തിന് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതായത് ആ ഒരു ഡിമാൻഡിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്, പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രീ ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് പ്രീ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് പ്രകാരം ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതും ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ആ ഒരു ടാർഗറ്റ് പ്രൈസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡ് പറയുന്നത് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൽ പറഞ്ഞപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് എന്ന് പറഞ്ഞു. ദെൻ ബട്ട് ഈ ഒരു മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് മെത്തേഡിൽ ഇവിടെ നമ്മൾ വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് കൺസിഡർ ചെയ്തുകൊണ്ട് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അണ്ടർ ബോത്ത് ഫുൾ കോസ്റ്റ് പ്രൈസിങ് ആൻഡ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് the prices are set on the basis of total cost. അല്ലേ, കോസ്റ്റ് പ്രൈസിങ്ങിലും അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസസ് ആർ സെറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടോട്ടൽ കോസ്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്, അതായത് വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. പക്ഷേ അണ്ടർ ദിസ് മെത്തേഡ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് മെത്തേഡ്
ദ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മാർജിനൽ ഓർ വേരിയബിൾ കോസ്റ്റ്. ഈ ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർജിനൽ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സോ ഫിക്സഡ് കോസ്റ്റ് ആർ ടോട്ടലി എക്സ്ക്ലൂഡഡ്. ഇവിടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എടുക്കുന്നില്ല, അത് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് വാരിയബിൾ കോസ്റ്റ് പ്രൈസിങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിന് നമ്മൾ മറ്റൊരു പേരെന്ന് പറയുന്നത് വാരിയബിൾ കോസ്റ്റ് പ്രൈസിങ് എന്നുള്ളതാണ്. അതാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് വെറും എന്താണ് വാരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ്. അതിന്റെ ബേസിസിൽ ഫിക്സ് ചെയ്യും. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് പറയാം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഈ ഒരു മെത്തേഡ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ വളരെയധികം യൂസ്ഫുൾ ആണ്. സോ അതുപോലെ തന്നെ ദിസ് മെത്തേഡ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ വെൻ ദ പ്രൊഡക്റ്റ് ഹാവ് ലോ ഡിമാൻഡ്. ഈ മെത്തേഡ് ഒരു ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ലോ ഡിമാൻഡ് അല്ലെ, പ്രൊഡക്റ്റിന് ലോ ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ്. ദെൻ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു പ്രൈസിങ് ഓവർ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ ഒരു മെത്തേഡ് ഈ ഒരു പ്രൈസ് അല്ലെ, പ്രൈസിങ് ഓവർ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രൊഡക്റ്റിന്റെ ആ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സൂട്ടബിൾ ആണ്. ദെൻ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സൂട്ടബിൾ മെത്തേഡ് ഓൺ ഷോർട്ട് റൺ പ്രൈസിങ്. ഒരു ഷോർട്ട് റൺ പ്രൈസിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് സൂട്ടബിൾ മെത്തേഡ് എന്ന് പറയുന്നതും ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ദെൻ ദ മെത്തേഡ് ഈസ് യൂസ്ഫുൾ അറ്റ് ദ ടൈം ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആണ് എന്നുള്ളതും കൂടെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. അപ്പോൾ അതിൽ പറയുന്നതാണ് ഫേംസ് മേ നോട്ട് ബി ഏബിൾ ടു കവർ അപ്പ് കോസ്റ്റ് ആൻഡ് ഏൺ എ ഫെയർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഫേംസ് ആ ഒരു കോസ്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന കോസ്റ്റ് കവറപ്പ് ചെയ്യാനായിട്ട് ഏബിൾ അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഏൺ എ ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അവർക്ക് ഒരു ഫെയർ റേറ്റ് ഓഫ് റിട്ടേണും ക്യാപിറ്റൽ എംപ്ലോയിഡും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് റിക്വയർ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർജിനൽ കോസ്റ്റ് ടെക്നിക്ക്. അപ്പോൾ ഇതിന് നമുക്കൊരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചിട്ട് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ വെൻ കോസ്റ്റ് ആർ ഡിക്രീസിങ് ദിസ് മെത്തേഡ് ഈസ് നോട്ട് സൂട്ടബിൾ ബിക്കോസ് ഇറ്റ് വിൽ റിസൾട്ട് ലോസ്. ഇനിയിപ്പോൾ കോസ്റ്റ് എന്ത് ചെയ്യാണ്, കുറയുകയാണെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് സ്യൂട്ടബിൾ അല്ല. ബിക്കോസ് വിൽ റിസൾട്ട്, അത് ലോസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു കോസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കില്ല. ദെൻ ദിസ് മെത്തേഡ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ലോങ് റൺ. അല്ലേ, ലോങ് റണ്ണിലേക്ക് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സൂട്ടബിൾ അല്ല എന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് പറയുന്ന ഡിസഡ്വാൻറ്റേജസ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. അപ്പോൾ അതിൽ നാലാമത്തെ മെത്തേഡ് കോസ്റ്റ് ബേസ്ഡ് അല്ലേ, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിന് ഒരു നാലാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പ്രൈസിങ് ആണ്. അപ്പോൾ നമുക്കറിയാം ബ്രേക്ക് ഈവൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത് അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട് അവിടെ, നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കോസ്റ്റ് കവർ ചെയ്യുക എന്ന പോയിന്റിൽ അല്ലെ, ഒരു പോയിന്റിൽ എത്തുമ്പോൾ അതുണ്ട് ഏതാണോ നമ്മളുടെ കോസ്റ്റ് കവർ ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദ ഫോം ഓഫ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിംഗ്, ഇൻഫാക്ട് it is a refinement to cost oriented pricing. Under break even pricing, break even analysis is used for pricing. അല്ലേ, ഈ ഒരു ബ്രേക്ക് ഈവൻ പ്രൈസിംഗിൽ നമ്മളുടെ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഫേം ഡിറ്റർമിൻ ദ പ്രൈസ് അറ്റ് വിച്ച് വിൽ ബ്രേക്ക്. ആ ഒരു ബ്രേക്ക് ഈവൻ ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ദ ഫേം ഫസ്റ്റ് ഡിറ്റർമിൻ ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. ആദ്യം എന്താ ചെയ്യേണ്ടത്, ആ ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യണം. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് പോയിന്റ് ആണ്. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യാം. ദെൻ ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ സെയിൽസ് ആർ ഈക്വൽ ടു ദ ടോട്ടൽ കോസ്റ്റ്. അല്ലേ, ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ സെയിൽസ് ടോട്ടൽ കോസ്റ്റുമായിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, ആ ഒരു പോയിന്റ് ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ആണ് പറയുന്നത്. അതല്ലേ, കോസ്റ്റ് കവർ ആവുന്ന പോയിന്റ് ഏതാണോ അവിടെ അവരുടെ പ്രൈസിങ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിൽ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ് ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതിനെയാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്.
സോ അണ്ടർ ദിസ് പ്രൈസിംഗ് പോളിസി ഡിമാൻഡ് ഈസ് ദ ബേസിക് ഫാക്ടർ. ഈ ഒരു പ്രൈസിംഗ് പോളിസിയിൽ ഡിമാൻഡ് എന്ന് പറയുന്നതാണ് അതിന്റെ ബേസിക് ഫാക്ടർ എന്ന്. പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന്റെ ബേസിക് ഫാക്ടർ എന്താണ്? ഡിമാൻഡ് ആണ്. സോ പ്രൈസ് ഈസ് ഫിക്സഡ് സിംപ്ലി ബൈ അഡ്ജസ്റ്റിംഗ് ഇറ്റ് ടു ദ മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്. ദ പ്രൈസ് ഈസ് ഫിക്സഡ് അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റിൽ ആ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. വേർ ദ ഡിമാൻഡ് ഈസ് ഹെവി എ ഗ്രേറ്റ് ഹയർ പ്രൈസ് ഈസ് ചാർജ്. ഇപ്പൊ നന്നായിട്ട് ഡിമാൻഡ് ഉണ്ടെന്ന് വിചാരിക്കും, നല്ല ഡിമാൻഡാണ് ആ ഒരു പ്രൊഡക്റ്റിനുള്ളതെങ്കിൽ അപ്പോൾ ആ ഒരു പ്രൈസ് ഹയർ പ്രൈസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നത്. വെൻ ഡിമാൻഡ് ഈസ് ലോ, ഇനി ലോ ഡിമാൻഡ് ആണെങ്കിൽ ലോ പ്രൈസ് ഈസ് ചാർജ്ഡ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇതിൽ എത്ര മെത്തേഡ് ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ പ്രൈസിംഗിൽ under this method the same product is sold at different prices to different customers. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് പോളിസി ഒക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു മെത്തേഡ് പ്രകാരം ഡിഫറെന്റ് പ്രൈസസിൽ ഒരു സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കുക, പക്ഷേ ഡിഫറെന്റ് പ്രൈസസിൽ ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് ഈ ഒരു പ്രൊഡക്റ്റ് സോൾവ് ചെയ്യും. അതിനെയാണ് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. സോ സെയിം പ്രൊഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് ഡിഫറെന്റ് കസ്റ്റമേഴ്സ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. അല്ലെ, അപ്പോൾ സിനിമ ടിക്കറ്റ്, ഒരു എക്സാമ്പിൾ പറയുന്നത് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സീറ്റുകളുണ്ട് അല്ലേ. അപ്പോൾ അതിന് കുറച്ച് ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചാർജസ് വ്യത്യാസം വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് പല സമയത്ത് പല പൈസ ആണ്. അതൊക്കെയാണ് അതായത് ഡിമാൻഡിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ അത് മാത്രമല്ല സെയിം പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത്, പക്ഷേ എന്താണ്? ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് ഡിഫറെന്റ് പ്രൈസസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. Then the same product or service is sold at different prices. For instance, a cinema house charges different rate or different categories of seat. This method is also called discriminatory pricing or price discrimination. ഈ ഒരു മെത്തേഡിനെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്ററി പ്രൈസിംഗ് എന്നും പറയും. അതുപോലെ തന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നും കൂടെയാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ്ങിനെ പറയുന്ന മറ്റൊരു പേര്. അപ്പോൾ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള പ്രൈസിംഗ് മെത്തേഡാണ് ഇത്. സെയിം പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷേ കസ്റ്റമേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് പ്രൈസസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൈസസ് ആണ് ചാർജ് ചെയ്യുന്നത്. അതാണ് ഡിഫറൻഷ്യൽ പ്രൈസിംഗ്. ഇനി അടുത്തൊരു മെത്തേഡ് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഒരു മെത്തേഡാണ് പ്രീമിയം പ്രൈസിംഗ്. ഇത് 1990s പ്രീമിയം പ്രൈസിംഗ് മെത്തേഡ് വന്നിട്ടുള്ളത്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രിൻസിപ്പിൾ ആണ്. അതായത് പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് ഷുഡ് ബി പൊസിഷൻഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ മാർക്കറ്റ്, മസ്റ്റ് ഓഫർ ഗ്രേറ്റർ വാല്യൂ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ദാൻ സിമിലർ ബ്രാൻഡ്സ് ആൻഡ് അതർ പ്രൈസ് സെഗ്മെന്റ്. അതായത് ഒരു നല്ല പ്രസ്റ്റീജ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് ഇതിൽ പറയുന്നത്. അതായത് ഹൈ ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിൽ ഹൈ പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് അതിന് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ കൂടി അവരുടെ അഡ്വർടൈസ്മെന്റിലൂടെയും അതുപോലെ തന്നെ അവരുടെ ബ്രാൻഡിങ്ങും വഴിയൊക്കെ അവരുടെ ആ പ്രൊഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ മറ്റു പ്രൊഡക്റ്റിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹൈ പ്രൈസിംഗ് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഹൈ ക്വാളിറ്റി ആണ് എന്നുള്ളതും തോന്നും. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐഫോൺ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും, പക്ഷേ നമ്മൾ ഐഫോൺ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രൈസിംഗ് നടത്തുന്നതിനെയാണ് പ്രീമിയം പ്രൈസിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ്. അപ്പോൾ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗിൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഡിഫറൻഷ്യൽ പ്രൈസിംഗും അതുപോലെ തന്നെ പ്രീമിയം പ്രൈസിംഗും. ഇനി നെക്സ്റ്റ് വരുന്നത് കോമ്പറ്റീഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ ആ പേരിൽ പറയുന്ന പോലെ തന്നെ അവിടെ എന്താണ്? കോമ്പറ്റീഷൻ ആണുള്ളത് അല്ലേ. സോ ദിസ് ഈസ് ദ പോളിസി ഓഫ് ഫിക്സിംഗ് ദ പ്രൈസസ് മെയിൻലി ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസസ് ഫിക്സഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസിനേക്കാളും കൂടുതലോ കുറവോ ആയിരിക്കും നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ഈ പ്രൈസ് ഹയർ അല്ലെങ്കിൽ ലോവർ ദാൻ ദ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് അല്ലെ. കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതലോ കുറവായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദിസ് ഫേം മേ കീപ് ഇറ്റ്സ് പ്രൈസ് ഹയർ ഓർ ലോവർ ദാൻ ദാറ്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അണ്ടർ ദിസ് പോളിസി പ്രൊഡക്റ്റ് പ്രൈസസ് ആർ ഫിക്സഡ് നോട്ട് ഓൺ കോസ്റ്റ് ഓർ ഡിമാൻഡ് ബട്ട് ഓൺ ദി ബേസിസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. അപ്പോൾ ഡിമാൻഡിനെയോ കോസ്റ്റിനെയോ ബേസ് ചെയ്യാതെ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രൈസിങ്ങിനെയാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ മെത്തേഡുകളാണ് ഈ ഒരു കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗോയിങ് റേറ്റ് പ്രൈസിംഗ് ആണ് ഈ ഒരു മെത്തേഡിൽ വരുന്നത്.
So it is the method of charging pricing according to what competitors are charging. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണോ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ എത്രയാണോ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് ചാർജ് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്രൈസ് ചാർജ് ചെയ്യുന്ന മെത്തേഡാണ് ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് മെത്തേഡ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് ബൈ ഫേം സെല്ലിംഗ് എ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഇൻ എ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലുള്ള സെയിം അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഫേംസ് ആണ് കൂടുതലായിട്ട് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. So under this method, a firm accepted the price prevailing in the industry to avoid the price war. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ പറയുന്നത് മെത്തേഡ് പ്രകാരം പ്രൈസ് അല്ലെ ആ ഒരു പ്രൈസ് വാർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഇത്തരം ഫേംസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ആക്സെപ്റ്റൻസ് പ്രൈസിംഗ് ഓർ മാർക്കറ്റ് ഇക്വേറ്റഡ് പ്രൈസിംഗ് ഓർ പാരിറ്റി പ്രൈസിംഗ്. അപ്പോൾ ഈ ഒരു മെത്തേഡിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് പ്രൈസിംഗ് എന്നാണ്. ഗോയിങ് റേറ്റ് പ്രൈസിംഗിന്റെ മറ്റൊരു പേരാണ് പറയുന്നത് ആക്സെപ്റ്റൻസ് പ്രൈസിംഗ് ഓർ മാർക്കറ്റ് ഇക്വേറ്റഡ് പ്രൈസിംഗ് or parity pricing. So this method is particularly useful where cost ascertainment is difficult. കോസ്റ്റ് അസർടൈൻമെന്റ് ഡിഫിക്കൽട്ട് ആവുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് പർട്ടിക്കുലർലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ടെക്നിക് ഈസ് അഡോപ്റ്റഡ് ഇൻ ദ സിറ്റുവേഷൻ ദ പ്രൈസ് ലീഡർഷിപ്പിന്റെ സിറ്റുവേഷൻസിലാണ് ഈ ഒരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ ചാർജ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് പ്രകാരം ഓരോരുത്തരും ആ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. സോ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് നോക്കാം. ദിസ് ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് കട്ട് റോട്ട് കോമ്പറ്റീഷൻ അമംഗ് ദ ഫേം. അല്ല ആ ഒരു ഫേമുകൾ തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ദിസ് മെത്തേഡ് ഈസ് ഫൗണ്ട് മോർ സ്യൂട്ടബിൾ വെൻ കോസ്റ്റ് ആർ ഡിഫിക്കൽട്ട് ടു മെഷർ. അപ്പോൾ കോസ്റ്റ് മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആകുമ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗോയിങ് റേറ്റ് പ്രൈസിംഗ് ആണ്. Then this method is less expensive because calculation of cost and demand is not necessary. So അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്. കാരണം കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഡിമാൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്. Then it is suitable to avoid a price war in oligopoly. അപ്പൊ ഒരു ഒളിഗോപ്പൊളി അല്ലെ ഉണ്ടാവുന്ന ആ ഒരു പ്രൈസ് വാർ അവോയ്ഡ് ചെയ്യാൻ ഇത് സ്യൂട്ടബിൾ ആണ്. Then this can be used for pricing new പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യാനും ഇത് എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ ദിസ് മെത്തേഡ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ലോങ് റൺ പ്രൈസിംഗ്. ഈ ഒരു മെത്തേഡ് ലോങ് റൺ പ്രൈസിംഗിന് സൂട്ടബിൾ ആയിരിക്കില്ല. കാരണം കോമ്പറ്റീഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കോമ്പറ്റീഷൻ ചിലപ്പോൾ നന്നായി ടഫ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. Then cost of the product and other marketing factors are not considered at all under this policy. ഈ ഒരു പോളിസി പ്രകാരം കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇത്രയാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ദെൻ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കസ്റ്റമറി പ്രൈസിംഗ് ആണ് ഓർ കൺവെൻഷണൽ പ്രൈസിംഗ്. ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് സം കമ്മോഡിറ്റീസ് ദ പ്രൈസസ് ഗെറ്റ് ഫിക്സഡ് ബിക്കോസ് ദേ ഹാവ് എ പ്രിവീൽഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത സാധാരണയായി അല്ലെങ്കിൽ പതിവുള്ള എന്നുള്ളതാണ് കസ്റ്റമറി എന്ന് പറയുന്നത് കൺവെൻഷണൽ പ്രൈസിംഗിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൈസസ് ആർ ഫിക്സഡ് ബൈ കസ്റ്റമർ ട്രഡീഷണൽ ബേസിസിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് കസ്റ്റമറി പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതായത് ലോങ് പീരീഡിൽ പ്രിവെയിലിംഗ് ഓർ ലോങ് പീരീഡിൽ സെയിം പ്രൈസ് ആയിരിക്കും. കാലങ്ങളായി ഒരേ പ്രൈസ് തന്നെ ആയിരിക്കും. അതായത് കോസ്റ്റിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ പ്രൈസിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ആ പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, സെയിം ആയിരിക്കും, ലോങ് പീരീഡ് ഓഫ് ടൈമിൽ സെയിം ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കോഫി അല്ലെ ടീ കോഫി അതിന്റെ പ്രൈസസ് ഒക്കെ കാലങ്ങളായിട്ട് എന്താണ് സെയിം തന്നെയാണ്. അതിന് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആ പ്രൈസിന് ചേഞ്ച് വരുള്ളൂ എന്നുള്ളതാണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം കോസ്റ്റിൽ. സോ അതാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫിക്സഡ് ആയിരിക്കും ലോങ് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ. സോ ദ പ്രൈസ് ഓഫ് എ കപ്പ് ഓഫ് ടീ ആൻഡ് കോഫി ഈസ് കസ്റ്റമറി ഫിക്സഡ് അല്ലേ. ഷോർട്ട് ദീസ് പ്രൈസസ് ആർ ഫിക്സഡ് ബൈ കസ്റ്റമർ ട്രഡീഷണൽ. ഈ ഒരു പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ടീ ഓർ കോഫിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അത് എന്താണ് ഫിക്സഡ് ബൈ കസ്റ്റമർ ട്രഡീഷണൽ ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്.
സോ ദിസ് പ്രൈസ് വിൽ ചേഞ്ച് ഓൺലി വെൻ ദ കോസ്റ്റ് ചേഞ്ചസ് സിഗ്നിഫിക്കൻ്റ്ലി. പ്രൈസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കോസ്റ്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് പ്രൈസിൽ ചേഞ്ച് ഉണ്ടായിരിക്കുള്ളൂ. ബിഫോർ ചേഞ്ചിങ് ദ കസ്റ്റമറി പ്രൈസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സ്റ്റഡി ദ പ്രൈസസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റമറി പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് കസ്റ്റമറി പ്രൈസിംഗ്. ഇപ്പോൾ കസ്റ്റമറി പ്രൈസിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ ടു ഫോളോ. ഇത് ഫോളോ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇറ്റ് അവോയ്ഡ്സ് എ പ്രൈസ് വാർ ബിറ്റ്വീൻ കോമ്പറ്റീറ്റേഴ്സ് തമ്മിലുള്ള ഒരു പ്രൈസ് വാർ ഇതിലൂടെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ബ്രിങ് ഹാർമോണി ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദ മാർക്കറ്റ്. അതിൽ ഹാർമോണി അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെയുള്ള മാർക്കറ്റ് പ്രൈസൊക്കെ ഒരേപോലെ ആകുമ്പോൾ ഒരേപോലെ ആവാനും സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ് കസ്റ്റമറി പ്രൈസിങ്ങിന്റെ. ഇറ്റ് ഫെയിൽ ടു ഗീവ് ബെറ്റർ റിസൾട്ട് അണ്ടർ ഇൻഫ്ലേഷണറി കണ്ടീഷൻസ് ആൻഡ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷണറി കണ്ടീഷൻസ് അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി അതിനൊക്കെ ബെറ്റർ റിസൾട്ട് കൊടുക്കാനായിട്ട് ഫെയിൽ ആവുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഫെയിൽ ടു ഗീവ് ബെറ്റർ റിസൾട്ട് അണ്ടർ ഇൻഫ്ലേഷണറി കണ്ടീഷൻസ് ആൻഡ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. ദെൻ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കറന്റ് മാർക്കറ്റ് കണ്ടീഷൻ. ഇത് കറന്റ് മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടല്ല ഇവിടെ പ്രൈസ് നമ്മൾ പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ സംടൈംസ് ഫേംസ് ഹാവ് ടു സാക്രിഫൈസ് പ്രോഫിറ്റ്. ചില സമയങ്ങളിൽ ഇതുപോലെ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹാർമോണി ആയിട്ട് പോകണമെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ, പ്രൈസിലൂടെ നമുക്ക് കിട്ടുന്ന ആ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കസ്റ്റമറി പ്രൈസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് ആണ്. ഇത് ഈ ഒരു പ്രൈസ് എന്നുള്ള ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണിത്. അതിൽ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി, ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി ആൻഡ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി ആയിരുന്നു. കോസ്റ്റ് ബേസ്ഡിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗും അതുപോലെ തന്നെ ടാർഗറ്റ് പ്രൈസിംഗും മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് അതുപോലെ ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗിൽ ഡിഫറൻഷ്യൽ പ്രൈസിംഗ്, പ്രീമിയം പ്രൈസിംഗ്, ദെൻ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിൽ ഗോയിങ് റേറ്റ് പ്രൈസിംഗ് അതുപോലെ തന്നെ കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ്. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് എന്ന് പറയുന്നത്.